നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. വി.എസ്. അച്യുതാനന്ദന്റെ വൈര്യനിരാധന ബുദ്ധി പ്രസിദ്ധമാണ്. ആളും തരവും നോക്കാതെ വേട്ടയാടുക എന്നത് വി.എസ്. അച്യുതാനന്ദന്റെ നിരന്തരമായ വിനോദമാണ്. ഇതുതന്നെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് നേരെയും പയറ്റുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വാളോങ്ങുന്ന വി.എസ്. ടി. ശശിയുടെയും ഗോപി കോട്ടമുറിക്കലിന്റെയും വിക്രിയകൾക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങാത്തതാണ് ശ്രദ്ധേയം. തട്ടിപ്പ് വീരനായ റൌഫിന് ഓശാന പാടി പാർട്ടി പിടിക്കുകയാണ് വി.എസിന്റെ പുതിയ തന്ത്രം. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി എം.എൽ.എ, രാഷ്ട്രീയ നിരീക്ഷകൻ സി.ആർ. നീലകണ്ഠൻ, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഒരുപക്ഷെ 15 വർഷം പഴക്കമുള്ള ഒരു വിഷയം, ആ വിഷയത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ കോടതിയിലേക്ക് പോയിരിക്കുന്നു. ലീഗ് ഇന്ന് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ വി.എസ്. എന്ത് ഭാവിച്ചാണ് മുന്നോട്ട് പോകുന്നത്? വി.എസിന്റെ നിലപാടുകൾ കേരളീയ സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഇന്ന് വരാണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് വേരുറപ്പിക്കണമെങ്കിൽ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അതിനപ്പുറം ഇതിലൊന്നുമില്ല. കാരണം 15 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കേസാണ്. നിങ്ങൾക്കറിയാം, ഇതിൽ ഒരിക്കലും പരാതിക്കാരി ഉണ്ടായിട്ടില്ല. ഒരിക്കൽ അച്യുതാനന്ദൻ വരും, അല്ലെങ്കിൽ അജിത് വരും, അല്ലെങ്കിൽ റൌഫ് വരും. നിരന്തരമായി ഈ പ്രക്രിയ തുടരുകയാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അജിത കൊടുത്ത കേസ് വരെ കോടതി തള്ളി. അത് കഴിഞ്ഞ് വീണ്ടും ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ വന്നു, അവിടെ നിന്നും തള്ളി. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി പരിഗണിക്കുക പോലും ചെയ്തില്ല. കേരളത്തിൽ പലതവണ ഏകദേശം 14ഓളം കേസുകൾ ഇത് സംബന്ധമായി ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 1 ഡസനിലധികം ന്യായാധിപന്മാർ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരടക്കമുള്ള ന്യായാധിപന്മാർ കൃത്യമായി പരിശോധിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ഒരു കേസ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 5 വർഷമായി കേരളം ഭരിച്ചിരുന്നത് അച്യുതാനന്ദനാണ്. അന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു വാദം ഉയർത്തിയിട്ടില്ല. ഇപ്പോൾ പുതിയ തെളിവുകളുണ്ട് എന്ന് പറയുന്ന കൂട്ടാളികളുമാരാണെന്നറിയാം. ആ പുതിയ തെളിവുകൾ കൊണ്ടുവന്ന ആളുകളുടെ ഒക്കെ വിശ്വാസ്യത എന്താണെന്ന് കേരളീയ സമൂഹത്തിൽ നന്നായിട്ട് അറിയാം. തീർച്ചയായും ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ CR. നീലകണ്ഠൻ, ഒരുപക്ഷെ ഈ വിഷയത്തിൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് ചില അബദ്ധങ്ങൾ പറ്റുന്നുണ്ടോ? ഇത്രയും വലിയ വാശി ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? അല്ല, അച്യുതാനന്ദൻ അബദ്ധം പറ്റുണ്ടോ എന്നുള്ളതൊക്കെ ചരിത്രമാണ് നിശ്ചയിക്കേണ്ടത്. ഇല്ല, അച്യുതാനന്ദൻ ഒരു കാര്യത്തിൽ പിടിച്ചാൽ ഒരു പക്ഷേ അത് അങ്ങേറ്റം വരെ പിടിക്കുന്ന ഒരാളാണ്. അത് ശരിയാണോ, അതിൽ സത്യമുണ്ടോ? ഇപ്പൊ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞ പോലെ നിയമപരമായി ഇപ്പോൾ കൊടുത്ത ഹർജി നിലനിൽക്കുന്നതാണോ എന്നൊക്കെ കോടതി പരിശോധിക്കട്ടെ. അതിനെക്കുറിച്ച് പറയാനുള്ള നിയമജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിയമപരമായി തെറ്റാണെങ്കിൽ ആ നിയമം തള്ളിക്കൊള്ളുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല ആ കാര്യത്തിൽ. പിന്നെ എന്തുകൊണ്ട് അച്യുതാനന്ദൻ ഇത് കൊടുക്കുന്നു എന്ന് വെച്ചാൽ, അച്യുതാനന്ദൻ ആദ്യം മുതലേ എടുക്കുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ. പിന്നെ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം ഞാൻ അത് ഒരു ഭാഗികമായെങ്കിലും അംഗീകരിക്കുന്ന ഒരാളാണ്. 5 വർഷമായി ഐസ്ക്രീം പാർലർ കേസ് വേഗത്തിൽ അല്ലെങ്കിൽ അന്വേഷിക്കാനോ കൊടുക്കാനോ പറ്റിയില്ല. ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ന്യായം, പുതുതായി അദ്ദേഹത്തിന് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാണ്. തീർച്ചയായും തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയാ, തെളിവ് നശിപ്പിച്ചതിന്റെ തെളിവുകൾ ആണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് സത്യമാണെങ്കിൽ അത്